എത്ര മൈലുകൾ കടന്നിട്ടാണെങ്കിലും അമൃതയോഗത്തിന് മുൻപ് തന്നെ ആ പൂക്കൾ ഇവിടെ എത്തിയിരിക്കും. വെരി ഗുഡ് മേഘനെ, വെരി ഗുഡ്. എല്ലാം കഴിഞ്ഞു എന്ന് നിരാശപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ഞാനത് സാധിച്ചെടുക്കുമെന്ന വാക്ക് കേൾക്കുമ്പോ എന്തൊരാശ്വാസം തോന്നുന്നുണ്ടെന്നോ. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ വീണ്ടും കിഴക്കുദിക്കാറാണ് പതിവ്. വാടിക്കരിഞ്ഞ പുല്ലുകൾ പോലും മഴ വരുമ്പോ വീണ്ടും തളിർക്കാറില്ലേ? അതുപോലെ നിന്നെ ഏൽപ്പിച്ച കടമ നിനക്ക് പുതിയൊരു ശക്തി പകർന്നു തരും. ആത്മസമർപ്പണത്തോടെ നീ മുന്നോട്ട് നീങ്ങിയാൽ അസാധ്യമായതൊന്നും തന്നെയില്ല. പോയിട്ട് വാ മോളെ. ആ പിന്നമ്മേ, നന്ദൻ കുടുംബത്തിന്റെ ഈ പൂജയിൽ യാതൊരു അപശ്രുതിയും ഉണ്ടാകാതെ എല്ലാം ഭംഗിയായി അവസാനിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പോയിട്ട് വരാമേ. നിക്ക് മേഘനെ. മിഥുൻ, നീ മേഘനയ്ക്കൊപ്പം സുഖാണോ നിനക്ക്? കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നു. കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അതാണെന്ന് എനിക്കറിയായിരുന്നു. ഒരു മിനിറ്റ് നിൽക്കേ. പിന്നെ ഇത്രയും കാലം ഒരു കഷ്ടപ്പാടുമില്ലാണ്ട് ഞാൻ നിന്നെ നോക്കി. അതെന്റെ മരണം വരെ ഞാൻ തുടരുകയും ചെയ്യും. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നീ വിഷമിക്കരുത്. എപ്പോൾ എന്ത് അത്യാവശ്യം ഉണ്ടായാലും എന്നോട് ചോദിക്കാൻ ഒരിക്കലും മടിക്കുകയും ചെയ്യരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? മിഥുനേട്ടാ, ഒന്ന് സ്പീഡായിട്ട് പോവാൻ പറ്റുമോ? അമൃതയോഗത്തിന്റെ മുഹൂർത്തം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പൂക്കളുമായിട്ട് അവിടെ എത്തണം. മേഘനെ, ഡോണ്ട് വറി. എന്ത് ചെയ്തിട്ടായാലും വേഗത്തിൽ ആ താമരക്കുളത്ത് ചെന്ന് ഓൺ ടൈം ആ പൂക്കളും കൊണ്ട് നമ്മൾ പൂജസ്ഥലത്ത് എത്തിയിരിക്കും. താമരപ്പൂക്കൾ അവിടെ നിന്ന് കിട്ടും. അച്ഛനല്ലേ നിൽക്കുന്നേ? ആരാണ് ആ സ്ത്രീ? അമ്പലത്തില് പൂജയ്ക്ക് വരാതെ ഇവിടേക്ക് എന്തിനാണാവോ വന്നത്? ഇവരുമായിട്ട് എന്താണാവോ ബന്ധം? വളരെ നന്ദിയുണ്ട്. മിഥുനേട്ടാ, എങ്ങനെ പോണ്ടെന്ന് മനസ്സിലായല്ലോ. വേഗം വന്നേ. മേഘനെ, നീ എന്താ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ല മിഥുനേട്ടാ. ആ സ്ത്രീ ആരായിരിക്കും? അവരെ കാണാൻ വേണ്ടി അച്ഛൻ എന്തിനായിരിക്കും ഇവിടം വരെ വന്നത്? എന്തൊരു കഷ്ടാണ് നോക്കണേ ആന്റി. നീ ധൈര്യമായിരിക്കും മഞ്ജരി. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അമൃത യോഗത്തിന് മുൻപ് മേഘന ഇവിടെ എത്തില്ല. ഇപ്പൊ പ്രശ്നം പൂക്കളല്ല ആന്റി, മിഥുന.
പൂക്കള് കാണാതാവുമ്പോ മേഘനെ വഴക്ക് പറഞ്ഞോളും, അശ്രദ്ധയാണെന്നും പറഞ്ഞ് അവളുടെ അവകാശം തിരിച്ചു വാങ്ങിച്ചോളും എന്നാ ഞാൻ കരുതിയെ. പൂജ മുടങ്ങുകയാണെങ്കിൽ ജീവിതകാലം മേഘനെ കാണുമ്പോഴെല്ലാം അരുണിമാന്റി അവളെ വെറുത്തോളൂന്നാ ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരുന്നേ. എന്നിട്ട് ഇപ്പൊ എന്തായി? പൂക്കള് കൊണ്ടുവരും, പൂജ പൂർത്തിയാക്കുമെന്നും പറഞ്ഞ് ഝാൻസി റാണിയെ പോലെ അവളിറങ്ങി പോയിരിക്കുകയല്ലേ. അവള് പറഞ്ഞത് പോരാഞ്ഞ് പിക്നിക്കിന് പറഞ്ഞയക്കും പോലെ മിഥുനെ ആ പന്ന കിഴവൻ കൂടെ അയച്ചില്ലേ. അപ്പൊ ഈ പൂക്കൾ അവിടുന്ന് മോഷ്ടിച്ച് ഞാൻ ചെയ്തത് നല്ലതിനാണോ അതോ എന്റെ കുഴി ഞാൻ സ്വയം കുഴിക്കുകയാണോ ചെയ്തത്? പറയാൻറ്റി, മിഥുൻ ഇപ്പൊ മേഘനയോടൊപ്പം കാറി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം മിഥുന് മേഘനയോട് പെട്ടെന്നൊരു സ്നേഹവും സഹതാപവും പഴയ പോലെ പ്രേമോ ഒക്കെ തോന്നിയാലോ ആന്റി? തിരിച്ചു വരുമ്പോഴേക്കും അവൾ അവനെ കയ്യിലാക്കി കാണുമെന്ന് ഓർത്ത് എന്റെ മനസ്സിപ്പോ പെടഞ്ഞോണ്ടിരിക്കുക. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഞ്ജരി. നമ്മൾ തൊടുത്ത അമ്പ് കുറി തെറ്റിയില്ല, പക്ഷെ അത് അവിടുന്ന് തിരിച്ചു വന്ന് നമുക്കിട്ട് തന്നെ തറച്ച പോലെയായി. നോക്ക്, തിരിച്ചു വരുമ്പോ മിഥുന്റെ അവസ്ഥ എന്തായിരിക്കുന്ന? വാ, നമ്മൾ അയ്യോ, ഇനി ഇവിടുന്ന് മുമ്പോട്ട് വഴിയില്ലല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് നടന്നിട്ട് വേണം മിഥുനേട്ടാ പോവാൻ. എന്നാ വാ. മിഥുനേട്ടാ, വഴിയെല്ലാം കല്ലും മുള്ളും നിറഞ്ഞു കിടക്കായിരിക്കും. ഏട്ടനെ കൊണ്ട് പറ്റില്ല. ഏട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ ചെന്ന് പറിച്ചിട്ട് വരാം. മേഘനെ, അതെന്തിനാ നീ ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നേ? വാ, ഞാൻ കൂടെ വരാം. മേഘനെ, നീ ഇവിടെ നിൽക്കേ, ഞാൻ ചെന്ന് പറിച്ചിട്ട് വരാം. വേണ്ട മിഥുനേട്ടാ, ഒരു നിമിഷം നിൽക്ക്. തിരുമേനി പറഞ്ഞതല്ല മിഥുനേട്ടൻ മറന്നോ? ഈ പൂജയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും ഞാൻ തന്നെ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞതാ. അല്ലെങ്കിൽ പൂജയുടെ ബലം കിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക്. അതുകൊണ്ടല്ല മേഘനെ. ഞാൻ ചെന്ന് പറിച്ചുകൊണ്ട് വരാം. ശരി, സൂക്ഷിച്ചു പോ. മേഘനെ, നിന്റെ കൈ ഇതാ.
അതേ അരുണിമേ, അമൃതയോഗം തുടങ്ങാൻ ഇനി അല്പനേരം മാത്രമേ ഉള്ളൂ. എടാ വിവേകേ, മിഥുനും മേഘനെ എവിടാന്ന് നീ ഒന്നവർക്ക് ഫോൺ ചെയ്ത് ചോദിക്കടാ. ഇപ്പൊ തന്നെ 3-4 തവണ ഞാൻ വിളിച്ചു നോക്കിയതാ. അവിടെ സിഗ്നൽ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഫോൺ റീച്ച് ആവുന്നില്ല. അതേ അരുണിമേ, അമൃതയോഗം തുടങ്ങാൻ ഇനി അല്പനേരം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നമുക്ക് പൂജയും പൂർത്തിയാക്കേണ്ടതുണ്ട്. അമൃതയോഗം കടന്നു പോയി കഴിഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. എടാ വിവേകേ, മിഥുനും മേഘനെ എവിടാന്ന് നീ ഒന്നവർക്ക് ഫോൺ ചെയ്ത് ചോദിക്കടാ. ഇപ്പൊ തന്നെ 3-4 വട്ടം ഞാൻ കോൾ ചെയ്ത് നോക്കിയായിരുന്നു അച്ഛമ്മേ. അവിടെ സിഗ്നൽ ഒന്നും ഇല്ലെന്നാ തോന്നുന്നേ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മിഥുനേട്ടാ, ഒന്ന് വേഗത്തിൽ പോവോ? അമൃതയോഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അമ്പലത്തിലെത്തണം. നീ പേടിക്കാതിരിക്കും മേഘനെ, നമ്മൾ സമയത്തിന് മുമ്പ് അവിടെ എത്തും. ഇനി ഈ പൂജ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേഘന എത്തുന്ന ഒരു ലക്ഷണവും ഇല്ല. പൂക്കളൊട്ട് കിട്ടാനും പോകുന്നില്ല. പൂക്കൾ എത്തിയാലേ പൂജ നടത്താനാവൂ. മേഘന കാരണം നന്ദൻ ഫാമിലിക്ക് എത്ര വലിയ കഷ്ടകാലം ഉണ്ടായത്. അവള് വരാതിരിക്കുന്നതായിരുന്നു ഇതിലും നല്ലത്. തെറ്റുകൾ എല്ലാവർക്കും പറ്റുന്നതാണ്. ഈ ലോകത്താരും പെർഫെക്റ്റ് ഒന്നുമല്ല. ചില സാഹചര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനാവാത്ത വിധം പല തടസ്സങ്ങളും സൃഷ്ടിക്കും. എന്നാൽ നമ്മളതിനെ മറികടക്കണം. എന്നാൽ പരാജയപ്പെട്ടാൽ അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കണം. അതിനു പകരം ഓരോ കാര്യവും ഭൂതക്കണ്ണാടിയിലൂടെ നോക്കരുത്. തെറ്റുപറ്റിയ വ്യക്തി ആരാണെങ്കിലും അവരെ കുറ്റവാളിയായി കണ്ട് ശിക്ഷിക്കാൻ ശ്രമിക്കരുത്. നടന്ന കാര്യങ്ങളെ അവിടെ തന്നെ വിട്ടുകളയുന്നതാ നല്ലത്. ഇതങ്ങനെ മറക്കാനൊന്നും പറ്റില്ലച്ച. നടന്നതത്ര ചെറിയ കാര്യമൊന്നുമല്ല. ജീവിതകാലം മറക്കാൻ പറ്റാത്ത സംഭവം. തെറ്റ് ചെയ്യുന്ന നിമിഷം അത് തെറ്റാണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. തെറ്റിനുള്ള ശിക്ഷയും നമ്മൾ അവർക്ക് കൊടുക്കണം. പിന്നീട് ഒരിക്കലും അവർക്ക് ചുവട് പിഴയ്ക്കാത്ത വണ്ണം ഭയപ്പെടണം. ആ ഭയമില്ലെങ്കിൽ ഓരോ വ്യക്തിയും തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് മേഘനയ്ക്ക് പറ്റിയ തെറ്റത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? ഈ പൂജയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുമേനി പലവട്ടം പറഞ്ഞതാ. ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടെ ചെയ്യണമെന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ടും അവള് എത്ര വലിയ അനാസ്ഥയാ കാണിച്ചത്. അരുണിമേ, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്. ഞാനിപ്പോ നടക്കാനിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മേഘന അശ്രദ്ധ കാണിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് തെറ്റ് സംഭവിച്ചത് എവിടെയാണെന്നും അറിയില്ല. നീ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം. മേഘന അത്ര ആവേശത്തോടെയാ പോയത്. അവൾ ആ കാര്യം നേടിയിട്ടേ തിരിച്ചു വരൂ. അമൃതയോഗം തുടങ്ങും മുൻപ് ആ പൂക്കളുമായി അവൾ ഇവിടെ എത്തും. പൂജ സമ്പന്നമാക്കുകയും ചെയ്യും. വെയിറ്റ് ആൻഡ് വാച്ച്.
ഞാൻ പറഞ്ഞില്ലായിരുന്നു അരുണുമേ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അസാധ്യമായതൊന്നുമില്ല. അത് മേഘന തെളിയിച്ചിരിക്കുക. എല്ലാം കഴിഞ്ഞു പറഞ്ഞ നിങ്ങൾ എന്തൊക്കെയാ അവളെ പറഞ്ഞത്? അതൊക്കെ തെറ്റാന്ന് പ്രൂവ് ചെയ്ത് അവള് വിചാരിച്ച പോലെ കാര്യങ്ങൾ നേടിയെടുത്തില്ലേ? പിന്നെ തിരുമേനി, അമൃതയോഗം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇതുവരെ ഇല്ല. കൃത്യസമയത്താ പൂക്കളുമായിട്ട് എത്തിയിരിക്കണേ. ഇനി രണ്ടുപേരും അവിടെ ഇരുന്നോളൂ, നമുക്ക് പൂജ ആരംഭിക്കാം. മോളെ മഞ്ജരി, പറ്റിപ്പോയൊരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് നീ അവളെ ഒരുപാട് കുത്തി നോവിച്ചു. തെറ്റൊന്നൊന്ന് സംഭവിക്കാൻ പാടില്ലെന്നുള്ള സങ്കല്പത്തോടെ മേഘന ഇന്ന് വിജയിച്ചിരിക്കുകയാണ്. ഏറെ കാര്യങ്ങൾ മേഘനയെ കണ്ട് നീ പഠിക്കണം. അരുതാത്തത് എന്താ ചെയ്തെന്ന് ആലോചിച്ച് നീ കണ്ടുപിടിക്കുക. ओम महालक्ष्मी देवताभ्यो नमो नमः। महालक्ष्मीं क्षीरसमुद्रराजतनयां श्रीरङ्गधामेश्वरीं दासीभूत समस्तदेवनतां लोकैकदीपाङ्कुरां श्रीमन्मन्दकटाक्षरब्दविभवद्ब्रह्मेन्द्रगङ्गाधरां त्वां त्रैलोक्यकुटुम्बिनीं सरस्यां वन्दे मुकुन्दप्रियां सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरि नारायणि नमोऽस्तु ते। पद्मे स्थितां पद्मपद्मां ताम्योपप्रिये श्रियं चन्द्रां प्रभासां यशसाज्वलन्तीं श्रियं लोके देवशिष्टामुदारां तां पद्मिनीं ശരണമഹം പ്രപദ്യേ ഏർമേ ലക്ഷ്മി ഏർമേ നശ്ചിതാം ത്വാം വൃണേ. മോളെ മേഘനെ, പൂജ വിജയകരമായി പൂർത്തിയായിരിക്കണു. അതുപോലെ അഖണ്ഡ ദീപത്തിന്റെ കാര്യവും മറന്നിട്ടില്ലല്ലോ അല്ലേ? അവസാന ദിവസം വരെ എന്തു വന്നാലും അണയാണ്ട് നോക്കിക്കോണം. അതിലൊരിക്കലും ഒരു തെറ്റും സംഭവിക്കരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം തിരുമേനി.